വെൽക്കം ടു മൈ ചാനൽ ക്ലാസിക് ഫുഡ് വേൾഡ്. നിങ്ങൾക്ക് എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ചക്കക്കുരു കൊണ്ടുള്ള ഒരു കട്ട്ലറ്റാണ്. ചക്കയൊക്കെ കഴിച്ച് കഴിഞ്ഞ് ചക്കക്കുരുവൊക്കെ ബാക്കിയായിട്ടുണ്ടാവും. അതുകൊണ്ട് ഷേക്കും പായസമൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞിട്ട് ഇനി നമുക്കൊരു കട്ട്ലറ്റ് ഉണ്ടാക്കാം. അതിനാദ്യം ആ മുകളിലുള്ള പാട പോലത്തെ സാധനം കളഞ്ഞിട്ട് ഉപ്പും മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് വേവിക്കണം. ഞാൻ ആ കറുപ്പ് സാധനം മാറ്റിയിട്ടില്ല, അത് നല്ലതാണെന്ന് പറയണ കാരണം ഞാനത് കളഞ്ഞിട്ടില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ കളയാം കേട്ടോ. അതിന് ശേഷം വെള്ളമൊക്കെ മാറ്റിയിട്ട് നല്ല പോലെ പൊടിച്ചെടുക്കുക. മിക്സിയിൽ നന്നായിട്ട് തന്നെ പൊടിച്ചെടുക്കണം കേട്ടോ. അതിനുശേഷം ഒരു പാനിൽ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അതിൽ കുറച്ച് പെരിഞ്ജീരകം പൊട്ടിക്കുക. പെരിഞ്ജീരകം കട്ട്ലറ്റിന് നല്ലൊരു ടേസ്റ്റ് കൊടുക്കും. അത് പൊട്ടി വരുമ്പോൾ അതിനുള്ളിൽ സബോള, പച്ചമുളക്, കരിവേപ്പിൻ്റെ ഇല അത് ചേർക്കുക. നന്നായിട്ട് നൈസായിട്ട് അരിഞ്ഞതാണ്. അത് നല്ലപോലെ വഴറ്റി കൊടുക്കണം. ഒരുവിധം നന്നായിട്ട്, വല്ലാണ്ട് ബ്രൗൺ ആയിട്ട് എടുക്കണ്ട, ഒരുവിധം നന്നായിട്ട് തന്നെ. ആവശ്യത്തിന് ഉപ്പും കൂടി ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇത് നല്ലപോലെ വഴണ്ടി വരുമ്പോൾ നമുക്ക് അതിൻ്റെ ഉള്ളിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്തിട്ട് വഴറ്റണം. അത് നല്ല പച്ചച്ചൊയൊക്കെ മാറി നല്ലൊരു ഇതാവുന്ന സമയത്ത് നമുക്ക് അതുവരെ വഴറ്റി കൊടുക്കണം കേട്ടോ. വഴണ്ടി വരുമ്പോൾ നമുക്ക് അതിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ പച്ചക്കറികൾ അരിഞ്ഞ് വെച്ചത് ചേർത്ത് കൊടുക്കാം. ഞാൻ ആദ്യം ബീൻസാണ് ചേർത്ത് കൊടുത്തത്. ആ ബീൻസിനെ നല്ല പോലെ വഴറ്റിയതിന് ശേഷമാണ് അതിലേക്ക് കുറച്ച് ക്യാരറ്റ് ഇട്ട് കൊടുത്തു. നിങ്ങൾക്കിത് പച്ചക്കറി ഇല്ലെങ്കിലും ചക്കക്കുരു കൊണ്ട് മാത്രം ഉണ്ടാക്കാം. അപ്പോൾ ചക്കക്കുരുവിൻ്റെ അളവ് ഒന്ന് കൂട്ടണമെന്ന് മാത്രം ഇല്ലേ. ഇതിപ്പോൾ നല്ല പോലെ വഴണ്ടി കിട്ടി. ഭയങ്കരമായിട്ട് കുഴഞ്ഞൊന്നും വേണ്ട, ഒരുവിധം നല്ല പോലെ വെന്ത് കിട്ടുകയല്ല പച്ചക്കറി. അതിന് ശേഷം അതിൻ്റെ ഉള്ളിലേക്ക് മസാല പൊടികൾ ചേർക്കണം. ഞാൻ ചേർത്തിരിക്കുന്നത് മല്ലിപ്പൊടി ചേർത്തിട്ടുണ്ട്. പിന്നെ മട്ടൻ മസാലയാണ് ഞാൻ ചേർത്തേക്കണം. നിങ്ങൾക്ക് വേണമെങ്കിൽ ചിക്കൻ്റെ മസാല അല്ലെങ്കിൽ ഗരം മസാലപ്പൊടിയോ എന്ത് വേണമെങ്കിലും ചേർക്കാം. പിന്നെ ആവശ്യത്തിന് മുളക് പൊടി, മഞ്ഞൾപ്പൊടി ചേർത്തിട്ടുണ്ട്. പിന്നെ ഞാൻ ചേർത്തിരിക്കുന്നത് ഇതിൻ്റെ ഉള്ളിൽ കായത്തിൻ്റെ പൊടിയാണ്. കാരണം ചക്കക്കുരു ആയ കാരണം ഗ്യാസ് വരുന്നൊക്കെ അല്ലേ പറയുക. അപ്പോൾ അതുകൊണ്ട് കുറച്ച് കായത്തിൻ്റെ പൊടി ചേർത്തിട്ടുണ്ട് അല്ലോ. പിന്നെ അതിൽ ചേർത്തിരിക്കുന്നത് കുരുമുളക് പൊടിയാണ്, ശരിപ്പിനൊക്കെ വേണ്ടിയിട്ട്. ചതച്ച കുരുമുളക് കേട്ടോ, നിങ്ങൾക്ക് നല്ല പൊടിയായാലും ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതിനെ ആ പച്ചമണമൊക്കെ മസാലയുടെ പോണ വരെ നല്ല പോലെ വഴറ്റി കൊടുക്കുക. നല്ല പോലെ വഴറ്റണം, പച്ചമണമൊന്നും തീരെ പാടില്ല. അതുപോലെ വഴറ്റിയെടുക്കുക. ഇത് വഴണ്ടി വരുമ്പോൾ അതിൻ്റെ ഉള്ളിൽ നമ്മൾ പൊടിച്ച് വെച്ചിരിക്കുന്ന ചക്കക്കുരു ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇതിനെ നല്ല പോലെ മിക്സ് ചെയ്ത് കൊടുക്കുക. നന്നായിട്ട് എല്ലായിടത്തും ആവണ വിധത്തിൽ മിക്സ് ചെയ്ത് കൊടുക്കണം. നല്ലപോലെ ഞാൻ മിക്സ് ചെയ്തു. അതിന് ശേഷം നമുക്കൊന്ന് തണുത്തതിന് ശേഷം ഒന്ന് കൈകൊണ്ട് കുഴച്ച് മിക്സ് ചെയ്യണം കേട്ടോ, എല്ലായിടത്തും ഒന്ന് ആവാൻ. അതിൽ മിക്സ് ചെയ്തതിന് ശേഷം കുഴച്ചതിന് ശേഷം ഞാൻ അതിൽ മല്ലിയിലും പുതിനയിലും ഇട്ട് കൊടുത്തു. നിങ്ങൾക്ക് വേണ്ടെങ്കിൽ പുതിനയില ഒഴിവാക്കാം കേട്ടോ. കുറച്ച് പുതിനയില ഇട്ടിട്ടുണ്ട്, എനിക്കതൊരു ടേസ്റ്റ് തോന്നി. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇതിനെ ഒന്ന് നന്നായിട്ട് കട്ട്ലറ്റിൻ്റെ ഷേപ്പിലാക്കുക. എല്ലായിടത്തും ഒന്ന് അമർത്തി ഷേപ്പാക്കണേ, എവിടെയും പൊട്ടലൊന്നും ഉണ്ടാവരുത്. അത് നോക്കി വെക്കുക. കുറച്ച് ഇനി വെള്ളം കൂടിയെന്ന് അല്ലെങ്കിൽ കുറച്ച് ഒന്ന് പൊട്ടുന്നു തോന്നുകയാണെങ്കിൽ കുറച്ച് മൈദമാവോ അല്ലെങ്കിൽ ഗോതമ്പ് പൊടിയോ പിന്നെ റൊട്ടിപ്പൊടിയോ എന്തെങ്കിലും ഒരു 2 ടേബിൾ സ്പൂൺ ഇട്ട് കൊടുക്കുക കേട്ടോ. ഇതിനെ മൈദയിൽ മുക്കിയിട്ട്, മൈദ കലക്കിയതിൽ മുക്കിയിട്ട് കുറച്ച് റൊട്ടിപ്പൊടിയിൽ മുക്കി. ഞാൻ കുറച്ച് റൊട്ടിപ്പൊടി ഇട്ടിട്ടാണ് ഉണ്ടാക്കിയത്, കാരണം നമ്മുടെ കയ്യിൽ വെള്ളം വീണ അല്ലെങ്കിൽ ആ റൊട്ടിപ്പൊടി മുഴുവൻ കട്ടയാവും. എന്നിട്ട് ഇതിനെ എല്ലായിടത്തും പറ്റിയതിന് ശേഷം ഒന്ന് കയ്യിൽ വെച്ചിട്ടൊന്ന് എല്ലായിടത്തും ഒന്ന് അമർത്തി കൊടുക്കുക, റൊട്ടിപ്പൊടി പിടിക്കാൻ വേണ്ടിയിട്ട്. ഇത് കുറച്ച് സമയം ഫ്രിഡ്ജിൽ വെച്ചാൽ കുറച്ചും കൂടിയും ഇത് പിടിച്ചിരിക്കും കേട്ടോ, ആ മൈദയും റൊട്ടിപ്പൊടിയൊക്കെ. അതിന് ശേഷം വറുത്താലും മതി. പിന്നെ എണ്ണ ചൂടാക്കിയിട്ട്, വല്ലാണ്ട് ചൂടാവരുത് എണ്ണ, ഒരുവിധം മീഡിയം ചൂടിലിട്ടിട്ട് ഈ കട്ട്ലറ്റ് വേവിച്ചെടുക്കണം. എനിക്ക് ഏകദേശം ഈ അളവിൽ എനിക്കൊരു 8 കട്ട്ലറ്റ്, ഒരു നോർമൽ സൈസിലുള്ള 8 കട്ട്ലറ്റാണ് കിട്ടിയത് കേട്ടോ. ഇനി ഇതിനെ 2 സൈഡും മറിച്ച് നന്നായി വേവിച്ചെടുക്കുക. നിങ്ങൾക്ക് എത്രത്തോളം ക്രിസ്പാവണോ അതിനനുസരിച്ചിട്ട് നന്നായിട്ട് വേവിച്ചെടുക്കുക. ഇതിന് ഞാൻ സോസിൻ്റെ കൂടെയാണ് കഴിച്ചത്. നിങ്ങൾക്ക് ചട്നിയുടെ കൂടെയോ സോസിൻ്റെ കൂടെ എന്തിൻ്റെ കൂടെ വേണമെങ്കിലും കഴിക്കാം. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്ക്. നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ഓൾ എന്ന ബട്ടൺ ഒന്ന് അമർത്തണേ. എന്നാൽ മാത്രമേ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുള്ളൂ. താങ്ക് യു ഫോർ വാച്ചിങ്.